എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപും മലപ്പുറം കത്തിച്ചു നിർത്തേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമാണോ? ഇക്കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും മലപ്പുറം ചർച്ചയായി. ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വീണ്ടും മലപ്പുറം വിവാദ പരാമർശം ഘടിപ്പിച്ച് വെള്ളാപ്പള്ളിയും ഇറങ്ങി, പ്രതിരോധിച്ച് ലീഗും. ഇതൊക്കെ എത്ര കണ്ടതാണെന്ന് മലപ്പുറത്തുകാർ പറയുന്നുണ്ടാകില്ലേ? ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുമ്പോൾ തൊട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയെ ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പ്രചാരണങ്ങളും തുടങ്ങിയതാണ്. അരനൂറ്റാണ്ട് കഴിയുമ്പോഴും അത് തുടരുമ്പോൾ വാദങ്ങളിലും അപവാദങ്ങളിലും കാലത്തിനനുസരിച്ച് മാറ്റമുണ്ടാകുന്നു എന്നതാണ് മാറ്റമില്ലാത്ത ഒറ്റ കാര്യം. 1968 വിചാരധാരയിൽ MS ഗോൾവാൾക്കർ ഉയർത്തിയ മലപ്പുറം വിരുദ്ധതയ്ക്ക് മുൻപേ VD സവർക്കർ 1926 മലബാർ പോരാട്ടത്തെക്കുറിച്ചും ഏറനാട് താലൂക്കിനെ കുറിച്ചും എഴുതിയ മറാത്തി നോവൽ മോപ്ലാൻ ചേബണ്ട് അർത്ഥത് മാൽ കായ്ത്യാച്ചെ ദ മാപ്ലെ റിബലിയൻ ഇതിന് തുടക്കമിട്ടതാണ്. പക്ഷേ ഹിന്ദുത്വ സംഘടനകൾ മാത്രമല്ല, മതേതര ദേശീയവാദി രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ രംഗത്ത് വന്ന ചരിത്രമുണ്ട്. കേളപ്പൻ തൊട്ട് ആര്യാടൻ മുഹമ്മദ്, മൊയ്തു മൗലവി തുടങ്ങിയവരുടെ നിലപാടുകൾ. മലപ്പുറം ജില്ലാ രൂപീകരണത്തെ അനുകൂലിച്ച EMSന്റെ നേതൃത്വത്തിലുള്ള CPM തന്നെ 1990കളോടെ സമാന പരാമർശങ്ങൾ നടത്തി. 1960 ശേഷം എന്തൊക്കെ പുകിലുകളും മാതൃകകളും മലപ്പുറത്തിന്റെ തലയിൽ വെച്ചുകെട്ടി എന്ന് നോക്കണം. 70കളിൽ കണ്ടത് പാകിസ്ഥാൻ വാദം, വിഭജനവാദം, അക്കാലത്ത് ഗൾഫ് കുടിയേറ്റം. പിന്നെ 90കളിൽ എത്തുന്നതോടെ ബാബറി മസ്ജിദ് പ്രശ്നം മലപ്പുറം വിരുദ്ധതയ്ക്ക് പുതിയ ശൈലിയും രൂപവും കൊടുത്തു. 2000 എത്തിയപ്പോഴേക്കും ആഗോള ഭീകരതയുടെ ഹബ്ബായി വരെ ചിത്രീകരിക്കപ്പെട്ട ജില്ലയ്ക്ക് സിനിമകളിലും മാധ്യമങ്ങളിലും എഴുത്തുകളിലുമൊക്കെ ഈ സ്റ്റീരിയോടൈപ്പ് അപവാദങ്ങൾ നേരിടേണ്ടി വന്നു. ഇപ്പോഴുമുണ്ട് പാകിസ്ഥാൻ വിശേഷണങ്ങൾ മലപ്പുറത്തിന്. തെക്കൻ പാകിസ്ഥാൻ, പാക് ചാരപ്രവർത്തനത്തിന്റെ പ്രദേശം, കുട്ടി പാകിസ്ഥാൻ, ദേശീയോദ്ഗ്രഥനത്തെ ഇഷ്ടമില്ലാത്തവരുടെ ജില്ല, ഗൾഫ് പോക്കറ്റ്, താലിബാൻ മോഡൽ, ബംഗ്ലാദേശികളുടെ സ്ഥലം, IS അൽ-ഖൈദ ബന്ധം, താലിബാൻ കോടതിയുള്ള ജില്ല, ലഷ്കർ-ഇ-തോയ്ബ ബന്ധം, കശ്മീർ തീവ്രവാദ ബന്ധം തുടങ്ങിയവയൊക്കെ മലപ്പുറത്തിനെതിരെ ഉപയോഗിച്ച പേരുകളാണ്. സെക്യൂരിറ്റി സെൻസിറ്റീവായ ജില്ലയാണ്. അതുകൊണ്ട് സായുധ സേന പ്രത്യേക അധികാര നിയമമായ അഫ്സ്പ പ്രയോഗിക്കണം എന്ന ആവശ്യം പോലും വന്നതാണ് മലപ്പുറത്തിനെതിരെ. മുസ്ലിം പോക്കറ്റായ ജില്ലയിലെ ജനങ്ങൾ അന്യമത വിദ്വേഷികളാണെന്നും ക്ഷേത്രം ആക്രമിക്കുന്നവരാണെന്നും റംസാൻ മാസത്തിൽ നോമ്പ് കാലത്ത് മറ്റ് മതസ്ഥർക്ക് ഭക്ഷണം നിഷേധിക്കുന്നവരാണെന്നും വിഗ്രഹവിരോധികളാണെന്നുമുള്ള വിമർശനങ്ങളും ഉന്നയിക്കപ്പെട്ടിരുന്നു. ഒരു പ്രത്യേക മതവിഭാഗം മാത്രമുള്ള ജില്ലയാണെന്നും പ്രതിമാസം 1000 പേരെ മതം മാറ്റുന്നുവെന്നും മറ്റ് മതത്തിലുള്ളവർക്ക് ശ്മശാനം പോലും നിഷേധിക്കുന്നവരെന്നും ചീത്തപ്പേരുകൾ കേട്ടു. ഇതിനൊപ്പമാണ് തീവ്രവാദ വ്യാപാരവും ജില്ലയ്ക്കൊപ്പം ചേർത്ത് ആരോപിച്ചു തുടങ്ങിയത്. 90കൾക്ക് ശേഷം ഇറങ്ങിയ മലയാള സിനിമകളിൽ കള്ളനോട്ടും ബോംബും കലാപവും ഉണ്ടാക്കുന്ന സോഴ്സാണ് മലപ്പുറം. മോഹൻലാലിന്റെ 6 തമ്പുരാനിൽ ബോംബാണെങ്കിൽ ഈസിയാണ്, മലപ്പുറത്ത് സാധനം കിട്ടും എന്ന ആ ഒറ്റ ഡയലോഗ് മതി സിനിമ തന്ന മലപ്പുറം ചിത്രം എന്താണെന്ന് വ്യക്തമാകാൻ. 98 ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് മലപ്പുറത്ത് അറസ്റ്റ് നടന്നതോടെ അധോലോകബന്ധവും സ്ഥിരം ആരോപണമായി. അങ്ങനെ മലപ്പുറം ആഗോള ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കപ്പെട്ടു. അൽ-ഖൈദ, ലഷ്കർ-ഇ-തോയ്ബ, താലിബാൻ, ജിഹാദ് സംഘങ്ങൾ, ആഗോള മയക്കുമരുന്ന് ശൃംഖലകൾ, ഇതൊക്കെ മലപ്പുറവുമായി സൗകര്യം പോലെ കൂട്ടിച്ചേർത്തും വായിക്കപ്പെട്ടു. മലയാളിയുടെ ജെൻഡർ ആശങ്കയിലുമുണ്ട് മലപ്പുറം. ബഹുഭാര്യാത്വമുണ്ട്, അവിടുത്തെ വിവാഹപ്രായമുണ്ട്. ബാലവിവാഹം എന്ന വാക്കും ഗൾഫ് വൈഫും തട്ടമിടുന്ന പെൺകുട്ടികളും പ്രവാസ ജീവിതവും ഒക്കെ മലപ്പുറത്തെ എടുത്ത് മുന്നിൽ നിർത്തി മറുതരത്തിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. ഗൾഫിൽ നിന്നുള്ള കറുത്ത പണം എത്തുന്നത് മലപ്പുറത്താണെന്നും അതുകൊണ്ട് അവിടെ കള്ളക്കടത്തും കരിഞ്ചന്തയും സാധാരണമാണെന്ന് സങ്കല്പിച്ചവരും ഒരുപാടുണ്ട്. മലപ്പുറത്ത് ആനയെയും പക്ഷിയെയും പട്ടികളെയും വിഷം കൊടുത്തു കൊല്ലുന്നുണ്ടോ? അവിടെ ജനങ്ങളെല്ലാം വാക്സിന് വിരുദ്ധരാണോ? ആധുനിക വൈദ്യശാസ്ത്ര വിരോധികളാണോ? മലപ്പുറത്ത് താലിബാൻ കോടതി പ്രവർത്തിക്കുന്നുണ്ടോ? നോമ്പിന് ഹോട്ടലുകൾ പ്രവർത്തിക്കില്ലേ? ഹിന്ദു കുടുംബങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടില്ലേ? ഇങ്ങനെ പറഞ്ഞു വന്നാൽ കണക്കില്ല. ആരോപണങ്ങൾ ശക്തമായപ്പോൾ ഭക്ഷണം പോലും മലപ്പുറം മന്തി എന്നതുപോലും മാറ്റി നിർത്തേണ്ടതാണ് എന്ന് വരെ പറഞ്ഞു പലരും. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ലവ് ജിഹാദിന്റെ ഉത്തരവാദികളും മലപ്പുറമായി. ലവ് ജിഹാദിന് വേണ്ടി മലപ്പുറത്തെ സഹകരണ ബാങ്ക് വഴി കള്ളപ്പണം ഒഴുകുന്നു തുടങ്ങിയ പ്രചാരണങ്ങൾ വന്നു. മലപ്പുറത്ത് തിയേറ്ററുകൾ കത്തിക്കുന്നതിന് പിന്നിൽ പാകിസ്ഥാൻ സഹായം ലഭിക്കുന്ന പ്രാദേശിക സംഘങ്ങളാണ് ആരോപണം ഉയർത്തിയത്. മതേതരവാദികളും യുക്തിവാദികളും വരെയാണ്. മലപ്പുറത്ത് നിരവധി ഭീകരവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുവെന്ന് നിയമസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി മുഖ്യമന്ത്രി EK നായനാർ പറഞ്ഞുവെന്ന റിപ്പോർട്ടിന് ശേഷം CPMന്റെ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള പ്രമുഖ നേതാക്കന്മാരെല്ലാം മലപ്പുറം പരാമർശങ്ങൾ നടത്തിയിട്ടുമുണ്ട്.
അങ്ങനെ ഈ വാർപ്പ് മാതൃകയിൽ നിന്ന് ചെറിയൊരു മോചനം ജില്ലയ്ക്ക് കിട്ടിയത് കോവിഡ് കാലത്തിന് ശേഷമാണ്. മലയാള സിനിമയിൽ വന്ന മലപ്പുറം ന്യൂ വേവ്, മോസിൻ പരാരി പോലുള്ളവരുടെ സിനിമകളിലൂടെ ചെറിയ പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുമ്പോഴും പക്ഷേ രാഷ്ട്രീയ ആയുധങ്ങളിൽ മലപ്പുറത്തിന്റെ മാർക്കറ്റ് ഇപ്പോഴും കുറയുന്നില്ല. തിരൂരങ്ങാടി സ്കൂളിൽ ബ്ലാക്ക് ബോർഡിന് പകരം പച്ച നിറത്തിലുള്ള ബോർഡ് സ്ഥാപിച്ചതിനെതിരെ ഉണ്ടായ വിവാദവും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബിന്റെ കോലം കത്തിക്കലും മറക്കാറായിട്ടില്ല. തിരൂരിൽ എഴുത്തച്ഛൻ പ്രതിമ സ്ഥാപിക്കാൻ നഗരസഭ തീരുമാനിച്ചതും പിന്നീട് നടക്കാതെ പോയതും മറ്റൊരു വിവാദമായി. കശ്മീരില്ലാത്ത ഗ്ലോബ് വിറ്റഴിച്ച കേസിൽ എടക്കര പോലീസ് കേസെടുത്തത് മറ്റൊരു വിവാദമായി. ഹിന്ദുത്വ സംഘടനകളും BJPയും മാത്രമല്ല, മലപ്പുറത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചവരിൽ കോൺഗ്രസും CPMഉം ഒക്കെയുണ്ട്. ദേശീയപാത വികസനത്തിനെതിരെ സമരം ചെയ്യുന്നതും ഗെയിൽ പൈപ്പ് ലൈൻ വിരുദ്ധ സമരം നയിക്കുന്നതും മലപ്പുറത്തെ തീവ്രവാദികൾ എന്ന് പറഞ്ഞതും CPM നേതാക്കളാണ്. കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ മലപ്പുറത്തെ മുസ്ലിങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞതും ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താക്കളാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോഴും മലപ്പുറം വീണ്ടും വാർത്തകളിലും വർഗീയ പരാമർശങ്ങളിലും നിറയുമ്പോൾ അതിലെത്ര കഴമുണ്ട്, നമ്മളിതെത്ര കണ്ടതാണ് എന്ന് മലപ്പുറംകാരും പ്രബുദ്ധ മലയാളികളും പറഞ്ഞേക്കും. പക്ഷേ ഈ പ്രചാരണങ്ങൾക്ക് കുറവുണ്ടാകില്ല. മലയാളിക്ക് അറിയാത്തതല്ല മലപ്പുറം, അത്രയേ ഉള്ളൂ.